തെന്നിന്ത്യൻ സിനിമാ ലോകം ഒരിക്കലും മറക്കാത്ത പേരാണ് സൗന്ദര്യ. പേര് പോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന സിനിമയിലൂടെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ നടി. കന്നഡയിലും തമിഴിലും മലയാളത്തിലും മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ 2004 ഒരു വിമാനാപകടത്തിൽ സൗന്ദര്യ കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായ ഒരു വിമാനാപകടം എന്നതിനപ്പുറം മറ്റൊന്നും അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 22 വർഷത്തിന് ശേഷം സൗന്ദര്യയുടെ മരണം വീണ്ടും ചർച്ചയാവുകയാണ്, വിവാദങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പുതിയ ആരോപണം. സൗന്ദര്യയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമാണോ? അതിന് പിന്നിൽ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തെന്നിന്ത്യയെ ഇളക്കിമറിച്ച താരറാണി സൗന്ദര്യ ഓർമ്മയായിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. സൗന്ദര്യയുടെ മരണം സംഭവിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാദങ്ങളും ചർച്ചകളും ദുരൂഹതകളും ഉയരുകയാണ്. പറന്നുയരാൻ ഒരുങ്ങവേ ഒരു വിമാനം പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നു. ആരെങ്കിലും ബോധപൂർവം ഒരുക്കിയ ചതിയായിരുന്നു അത്. ദുരന്തമുണ്ടായ ശേഷം സൗന്ദര്യയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾക്കായി ബന്ധുക്കൾ ചേരിതിരിഞ്ഞ് വഴക്കിടുന്ന കാഴ്ചകൾ വരെയും കണ്ടു. ആ സ്വത്തിൻ്റെ പേരിലാണ് പുതിയ ആരോപണവും. സംശയനിഴലിലുള്ളത് ബന്ധുക്കളല്ല, തെലുങ്ക് നടൻ മോഹൻ ബാബു. നടിയുടെ മരണം സ്വാഭാവിക അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പുതിയ പരാതി. തെന്നിന്ത്യൻ സിനിമാ താരം സൗന്ദര്യ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട് 22 വർഷമാകുമ്പോഴാണ് ആ മരണം വീണ്ടും ചർച്ചയാകുന്നത്. അത് അപകടമരണമല്ലെന്നും കൊലപാതകമെന്നുമാണ് ആരോപണം. സൗന്ദര്യയുടെ മരണത്തിൽ തെലുങ്കിലെ മുതിർന്ന താരം മോഹൻ ബാബുവിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. ഷംഷാബാദിലെ ജൽപ്പള്ളി ഗ്രാമത്തിൽ സ്വന്തം പേരിലുള്ള 6 ഏക്കർ ഭൂമി മോഹൻ ബാബുവിന് വിൽക്കാൻ സൗന്ദര്യയും സഹോദരൻ അമർനാഥും തയ്യാറായില്ല. വിമാനാപകടത്തിൽ സൗന്ദര്യ കൊല്ലപ്പെട്ട ശേഷം മോഹൻ ബാബു ഭൂമി വിൽക്കാൻ സഹോദരങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. അതേസമയം സൗന്ദര്യയുടെ ഭർത്താവ് GS രഘു ആരോപണങ്ങൾ വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരേ സമയം കന്നഡയിലും തമിഴിലും മലയാളത്തിലും തിളങ്ങി നിൽക്കുമ്പോഴാണ് 32-ാം വയസ്സിൽ സൗന്ദര്യയുടെ അകാല വിയോഗം. സൂര്യവംശത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായി വെള്ളിത്തിരയിൽ തിളങ്ങിയ സൗന്ദര്യ ബോളിവുഡിലും ശ്രദ്ധ നേടി. ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മോഹൻലാലിന്റെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ സിനിമകളിലൂടെ സൗന്ദര്യ മലയാളികൾക്കും പ്രിയങ്കരിയായി. തെന്നിന്ത്യൻ സൂപ്പർ താരമായിരുന്ന സൗന്ദര്യ 2004 ഏപ്രിൽ 17-ന് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച ചെറുവിമാനം തകർന്നാണ് മരിച്ചത്. സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ്, പൈലറ്റ് മാവേലിക്കര സ്വദേശി ജോയ് ഫിലിപ്പ്, BJPയുടെ പ്രാദേശിക നേതാവ് രമേഷ് ഘാതം എന്നിവരും ജക്കൂർ എയർഫീൽഡിനടുത്തുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്ന മാസത്തിലായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തം. കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സൗന്ദര്യയുടെ ശരീരഭാഗങ്ങൾ പോലും പൂർണ്ണമായും കണ്ടെടുക്കാനായില്ല. ന്യൂസ് 18 ഹൈദരാബാദ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന പല കുടുംബങ്ങളും നമുക്കിടയിലുണ്ട്. ഒരു കൗതുകത്തിന് മദ്യപിച്ച് തുടങ്ങുന്നവരാണ് പലരും. കോതമംഗലം മാമലക്കണ്ടത്തെ ഒരു വീട്ടിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന യുവതിയും ഭർത്താവും തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും പതിവായിരുന്നു. കഴിഞ്ഞ രാത്രി വീട്ടിൽ വലിയ ബഹളവും വഴക്കും കേട്ടു. രാവിലെ പോലീസ് എത്തിയപ്പോൾ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. മൃതദേഹത്തിൻ്റെ അരികിൽ മദ്യലഹരിയിൽ ബോധമില്ലാതെ ഭർത്താവും. എളമ്പശ്ശേരി സ്വദേശിനി മായയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഭർത്താവ് ജിജോ ജോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
രാവിലെയായിട്ടും ഭാര്യ മായ എഴുന്നേൽക്കാത്തതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജിജോ ഓട്ടോ വിളിച്ചു. ഓട്ടോ ഡ്രൈവറാണ് തലക്കടിയേറ്റ മായയെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഉടനെ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. ഭാര്യയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെട്ടത് ചോദ്യം ചെയ്തു. അത് പിന്നീട് വാക്കുതർക്കമായി. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയല്ല മായയുടെ തലക്കടിച്ചതെന്നും ജിജോ പോലീസിനോട് പറഞ്ഞു. മദ്യലഹരിയിൽ ജിജോ കിടന്നുറങ്ങി. രാവിലെയായിട്ടും മായ എഴുന്നേൽക്കാതായതോടെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിച്ചതെന്നും ജിജോ പറയുന്നു. ആദിവാസി വിഭാഗക്കാരിയാണ് മായ. ആദ്യ ഭർത്താവിൽ ഒരു കുട്ടിയുണ്ട്. സംഭവ സമയത്ത് കുട്ടി വീട്ടിലുണ്ടായിരുന്നില്ലെന്നും പറയുന്നു. മായയും ജിജോയും 1 വർഷം മുമ്പാണ് മാമലക്കണ്ടത്ത് താമസം തുടങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. ഒരു കൊലപാതകമോ കുറ്റകൃത്യമോ ചെയ്ത ശേഷം എത്ര നാൾ ഒരാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കും? ഊരും പേരുമില്ലാതെ ഇങ്ങനെ ഒളിജീവിതം നയിച്ച പലരും ഒരിക്കൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം തിരൂരിൽ 19 വർഷം മുൻപ് നടന്നൊരു കൊലപാതക കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യുവാവിനെ കാർ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അന്ന് അറസ്റ്റിലായിരുന്നു. 2006 നടന്ന സംഭവത്തിൽ ജാമ്യം കിട്ടിയ ശേഷം മുഖ്യപ്രതി വമേഷ് നാടുവിട്ടതാണ്. പിന്നീട് മലമ്പാമ്പ് കണ്ണെന്ന പേരിൽ പലയിടത്തും ഒളിവിൽ താമസിച്ചു. ഒടുവിൽ പ്രതി 19 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. മലപ്പുറം കാഞ്ഞിരക്കുറ്റിയിൽ വെച്ച് സംഘം ചേർന്ന യുവാവിനെ കാറിൽ നിന്നിറക്കി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കവർച്ച നടത്തിയത്. ആ കേസിലെ മുഖ്യപ്രതിയായിരുന്നു തിരൂർ സ്വദേശി വിമേഷ്. അന്ന് പോലീസിന്റെ പിടിയിലായ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. പിന്നീട് 19 വർഷത്തിന് ശേഷമാണ് പ്രതി കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. മലമ്പാമ്പ് കണ്ണൻ എന്ന കള്ളപ്പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഇയാൾ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം SHO നൌഫലിന്റെ നിർദ്ദേശപ്രകാരം SI സുധീറിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. പ്രതിക്കെതിരെ മഞ്ചേരി സെഷൻസ് കോടതി പലതവണ വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് വലയിലാക്കിയത്. ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ ഇയാൾ മറ്റേതെങ്കിലും ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. പോലീസ് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ പൊട്ടിക്കരയുന്ന നോബി. ഭാര്യയെയും മക്കളെയും കൊലയ്ക്ക് കൊടുത്തതിൻ്റെ കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഭാര്യ ഷൈനിയും മക്കളും ജീവനൊടുക്കുമെന്നോ തൻ്റെ ജീവിതം അഴിക്കുള്ളിലാകുമെന്നോ അയാൾ കരുതി കാണില്ല. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഭാര്യയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തോട് വഴങ്ങാതിരുന്ന നോബി ഇപ്പോൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. അതിനിടെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2 ദിവസത്തേക്ക് നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കേസിൽ ഭർത്താവിനെ കൂടാതെ അയാളുടെ മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷൈനിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. നോബിക്കെതിരായ കുരുക്ക് മുറുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് പ്രതിയെ വാങ്ങിയത്. പോലീസ് ആവശ്യപ്പെട്ടതോടെ പ്രതിയുടെ ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ കോടതി തള്ളി. നോബിയെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നോബിയുടെ ജ്യേഷ്ഠനും വൈദികനുമായ ബോബി, കുടുംബാംഗങ്ങൾ എന്നിവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നോബിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവർക്കെതിരെ തെളിവ് ലഭിച്ചാൽ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കും. ഷൈനിയുടെ കുടുംബത്തിനെതിരെയും അന്വേഷണം നടത്തി വരികയാണ്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിയായ നോബി. നോബിക്കെതിരായ പ്രതിഷേധങ്ങൾ ക്നാനായ കത്തോലിക്ക സഭയിലും തുടരുകയാണ്. വിവിധ പള്ളികളിൽ ഈ ഞായറാഴ്ചയും പ്രതിഷേധ യോഗങ്ങളുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സഹോദരങ്ങളുടെ മക്കളെ സ്വന്തം മക്കളായി കണ്ട് അവരെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. ആ കുട്ടികൾ വഴി പിഴച്ചു പോയാലോ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചാലോ ചിലപ്പോൾ സ്നേഹത്തോടെ അവരെ ഉപദേശിക്കും. ഇങ്ങനെ ആർഭാട ജീവിതം നയിച്ചതിൻ്റെ പേരിലാണ് വെഞ്ഞാറമ്മൂട്ടിലെ ലത്തീഫ് സഹോദരന്റെ മകൻ അഫാനെ കുറ്റപ്പെടുത്തിയത്. അതിന് നഷ്ടപ്പെട്ടത് ലത്തീഫിൻ്റെയും ഭാര്യയുടെയും ജീവിതമാണ്.
ലത്തീഫിനെ കൊലപ്പെടുത്തിയതിൽ അഫാൻ ഇപ്പോഴും കുറ്റബോധമില്ല. കൂട്ടക്കൊലപാതകത്തിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. സുഹൃത്ത് ഫർസാന, അനിയൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി. ആർഭാട ജീവിതം കാരണമാണ് കടം കയറിയതെന്ന് പറഞ്ഞ് ലത്തീഫ് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും അഫാൻ. പിതൃസഹോദരനെ തലക്കടിച്ചു കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫാൻ തെളിവെടുപ്പിനിടെ തന്റെ കൊടും ക്രൂരതകൾ വിവരിച്ചത്. പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. താൻ 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയും നിരന്തരം തർക്കങ്ങളുണ്ടായി. തന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് കടം കയറിയതെന്ന് പലരോടും പറഞ്ഞിരുന്നു. പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായെന്നും അഫാൻ മൊഴി നൽകി. വീടിനോട് ചേർന്ന് പറമ്പിലെറിഞ്ഞ ലത്തീഫിന്റെ ഫോണും വീടിന്റെ താക്കോലും തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അഫാന്റെ പേരുമലയിലെ വീട്ടിലെത്തിച്ച് ആക്രമണത്തിനായി വാങ്ങിയ മുളകുപൊടിയും പോലീസിന് എടുത്തു നൽകി. സിഗരറ്റ്, എലിവശം, ചുറ്റിക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മുളകുപൊടി, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൂട്ടക്കൊലപാതകത്തിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റി. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കിളിമാനൂർ പോലീസ് അഫാനെ കോടതിയിൽ ഹാജരാക്കിയത്. സുഹൃത്ത് ഫർസാന, അനിയൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. വാളയാറിലെ സഹോദരിമാരായ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ 8 വർഷത്തിനിപ്പുറവും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പല തെളിവുകളും മൊഴികളും പുറത്തുവരുന്നു. അമ്മയും രണ്ടാനച്ഛനും പ്രതി ചേർക്കപ്പെടുന്നു. കേസിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഒടുവിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ. കുട്ടികളുടെ അടുത്ത ബന്ധുവാണ് അന്ന് ആ വീട്ടിൽ കണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്നത്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ മൊഴി നൽകാൻ ഇളയ കുട്ടി തയ്യാറായിരുന്നു. എന്നാൽ അമ്മ അതിന് സമ്മതിച്ചില്ല. കുട്ടിയുടെ ദേഹത്ത് തീപ്പൊള്ളൽ ഏറ്റിരുന്നുവെന്നും ചെറിയച്ഛൻ വെളിപ്പെടുത്തി. കമ്പി വെച്ചാണ് പറഞ്ഞ നീളത്തിലുള്ള ഉണ്ടാവുക. അതെ, ഇത് നമ്മൾ നെറ്റി പൊട്ട് വെച്ച മാതിരിയാണ് ഉണ്ടാകുന്നത്. വലത തുടയിലും വലത മാറും. ബൈക്കിൽ കയറ്റി എത്തിയ സമയത്ത് ഇവിടെ ഇറങ്ങി വന്നിട്ട് എന്ത് പറഞ്ഞു, എൻ്റെ മകളിനെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോകണം. 2017 ജനുവരി 13-നാണ് 13-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് പോലീസിന് മൊഴി നൽകാൻ 9 വയസ്സുകാരിയായ അനിയത്തി തയ്യാറായിരുന്നു. എന്നാൽ കുട്ടികളുടെ അമ്മ സമ്മതിച്ചില്ലെന്നും മൊഴി നൽകാൻ തയ്യാറായി വന്ന ഇളയ കുട്ടിയെ തിരികെ കൊണ്ടുപോയെന്നുമാണ് ചെറിയച്ഛന്റെ വെളിപ്പെടുത്തൽ. 13 വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. കുട്ടിയുടെ നെഞ്ചിലും തുടയിലും ബീഡി കൊണ്ട് കുത്തിയതെന്ന് കരുതപ്പെടുന്ന പൊള്ളിയ പാടുകൾ ഉണ്ടായിരുന്നെന്നും ചെറിയച്ഛൻ പറഞ്ഞു. കുറച്ചു ദിവസം തന്റെ വീട്ടിൽ കുട്ടികളുടെ അമ്മയും കുടുംബവും താമസിച്ചിരുന്നെന്നും പിന്നീട് അമ്മയുടെ മദ്യപാനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും മാറാൻ ആവശ്യപ്പെടുകയായിരുന്നെന്നും ചെറിയച്ഛൻ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപാണ് കേസിൽ പെൺകുട്ടിയുടെ അമ്മയെയും ചെറിയച്ഛനെയും 3 കേസുകളിൽ കൂടി CBI പ്രതി ചേർത്തത്. ഇതുൾപ്പെടെ നിലവിൽ മാതാപിതാക്കൾ 9 കേസുകളിൽ പ്രതികളാണ്. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ അമ്മയും രണ്ടാനച്ഛനും പ്രധാന പങ്ക് വഹിച്ചു. രക്ഷിതാക്കൾ എന്ന നിലയിൽ മനഃപൂർവ്വം അശ്രദ്ധ വരുത്തിയതായും CBI അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെട്ട 2 കേസുകളിൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള റിപ്പോർട്ടും CBI കോടതിയിൽ സമർപ്പിച്ചതിലുണ്ട്. ഈ കേസുകൾ നിലവിൽ പാലക്കാട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിഗണനയിലാണ്. ഈ 2 കേസുകളിൽ തുടരന്വേഷണം അനുവദിക്കുന്ന കാര്യം മാർച്ച് 25-ന് CBI കോടതി പരിഗണിക്കാനിരിക്കെയാണ് അടുത്ത ബന്ധുവിന്റെ നിർണായക വെളിപ്പെടുത്തൽ. പ്രതിസ്ഥാനത്തുള്ള മാതാപിതാക്കളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കോടതി മാർച്ച് 25-ന് തീരുമാനമെടുക്കും.
ന്യൂസ് 18 പാലക്കാട്. സമീപകാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് പത്തനംതിട്ട കൂട്ട ബലാത്സംഗ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിപ്പട്ടികയിൽ 59 പേർ. പോലീസ് ഓരോ പ്രതികളെയും പൂട്ടിയത് തന്ത്രപരമായാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ് കഥ കൂടി പുറത്തുവരുന്നു. കേസ് ഒതുക്കി തീർക്കാൻ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിയുടെ സഹോദരനും ചെന്നീർക്കര സ്വദേശിയുമായ ജോമോൻ മാത്യുവാണ് പിടിയിലായത്. പോക്സോ കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ച് 8.5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. പോലീസിനും അഭിഭാഷകനും പണം നൽകണമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പ്രതികൾ ഉൾപ്പെട്ട പത്തനംതിട്ട പോക്സോ കേസിൽ നിന്നും പ്രതിയായ മകനെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് കേസിലെ രണ്ടാം പ്രതി ഷൈനുവിന്റെ അമ്മയെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയത്. ഗുരുതര കുറ്റകൃത്യമാണ് മകൻ ചെയ്തിരിക്കുന്നതെന്നും മകനെ ജാമ്യത്തിലിറക്കുന്നതിനും കേസ് നടപടികൾക്കുമായി വലിയ തുക ആവശ്യമാണെന്നും ജോമോൻ പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു. ഇതിനായി പോലീസിനും അഭിഭാഷകനും നൽകാനായി പണം തന്നെ ഏൽപ്പിക്കാൻ ഇയാൾ പ്രതിയുടെ അമ്മയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജനുവരി 17 മുതൽ 5 തവണകളായി 6,65,000 രൂപ പ്രതിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ജോമോൻ തട്ടിയെടുത്തു. ഇതിൽ 2 തവണ പണം നൽകിയത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ്. പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം പണം നഷ്ടപ്പെട്ടതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയത് ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോൻ എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇന്നലെ വൈകിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു. നീതിന്യായ വ്യവസ്ഥയും പൊതുജനങ്ങൾക്കിടയിൽ പോലീസ് സംവിധാനത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കുറ്റകൃത്യം നടത്തിയ ജോമോൻ മുൻപും സമാനമായ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്താകെ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുമ്പോൾ പോലീസും എക്സൈസും എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്ന ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ കഞ്ചാവ് ലഹരിയിൽ യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. മലപ്പുറത്തെ ചേകന്നൂരിലും പെരിന്തൽമണ്ണ മാലപ്പറമ്പിലും ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രി 2 അക്രമ സംഭവങ്ങളുണ്ടായി. ചേകന്നൂരിൽ കഞ്ചാവ് ലഹരിയിൽ നടുറോഡിൽ ഭീതി പരത്തിയ യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. പെരിന്തൽമണ്ണയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടക്കൽ സ്വദേശിയായ യുവാവ് അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30യോടെയാണ് ചേകന്നൂരിലെ സംഭവം. ആനക്കര സ്കൂളിന് സമീപത്തെ പൂരത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത യുവാക്കൾ തമ്മിൽ ചേകന്നൂർ അങ്ങാടി ഭാഗത്ത് വെച്ച് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. അടിപിടി കണ്ടുനിന്ന നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പിടിച്ചുമാറ്റി 2 വഴിക്ക് പറഞ്ഞുവിട്ടു. എന്നാൽ ഇതിലൊരു യുവാവ് വെട്ടുകത്തിയുമായി അങ്ങാടിയിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരിടപെട്ട് 2 പേരെയും കീഴടക്കി പൊന്നാനി പോലീസിന് കൈമാറി. ഇവരിൽ നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു. പെരിന്തൽമണ്ണ മാലപ്പറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുമായി കോട്ടക്കൽ സ്വദേശി കാലുടി ജാബിർ പിടിയിലാകുന്നത്. 7.5 ഗ്രാം മെത്താംഫിറ്റമിൻ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇടനിലക്കാരനായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെ ലക്ഷ്യം വെച്ചായിരുന്നു പരിശോധന. പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരി കടത്ത് സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുള്ളവരും ഇരയായ കേസ്. പരാതിയുമായി പോലീസിനെ സമീപിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ 8000-ഓളം പേരാണ്. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായ ആനന്ദ്കുമാർ അറസ്റ്റിലായെങ്കിലും തട്ടിപ്പിന്റെ യഥാർത്ഥ കണക്ക് പുറത്തു വന്നിട്ടില്ല. സായി ഗ്രാമൻ ഡയറക്ടർ ആനന്ദ്കുമാറിനെതിരെ സംസ്ഥാനത്തെമ്പാടും കേസുണ്ടെങ്കിലും ആദ്യ അറസ്റ്റാണിത്. കേസിൽ പിടിയിലായ ആനന്ദ്കുമാറിനെ ഈ മാസം 26 വരെയും റിമാൻഡ് ചെയ്തു.
തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആനന്ദകുമാറിൻ്റെ ചികിത്സാ കാര്യങ്ങൾ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്നും മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുറിഞ്ഞപാലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തത്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ്. ആനന്ദകുമാറിന്റെ ചികിത്സ എവിടെ തുടരണമെന്ന കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടിന് തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശം നൽകി. 26-ന് ആനന്ദകുമാറിനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കണമെന്നും ഉത്തരവിട്ടു. മൂവാറ്റുപുഴ സബ് ജയിലിൽ എത്തിച്ച് ഡോക്ടർമാരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും പ്രത്യേക അന്വേഷണ സംഘം ആനന്ദകുമാറിന്റെ കസ്റ്റഡിയിൽ വാങ്ങുക. തിരുവനന്തപുരം സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ആനന്ദകുമാറിനെ ശാസ്തമംഗലത്തെ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ECGയിലെ വ്യതിയാനത്തെ തുടർന്നാണ് ആനന്ദകുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത പാതിവില തട്ടിപ്പിലെ ആദ്യ കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തട്ടിപ്പിനെക്കുറിച്ച് സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിന് അറിയാമായിരുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയത്. പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്ന ആനന്ദകുമാറിന്റെ വാദം കോടതി പരിഗണിച്ചില്ല. തട്ടിപ്പുമായി വ്യക്തിപരമായി ബന്ധമില്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മുഖ്യപ്രതി അനന്തകൃഷ്ണന് പുറമെ ആനന്ദകുമാറിനെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവ് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. മകന്റെ മരണത്തിൽ നീതി തേടിയുള്ള ഒരു പിതാവിൻ്റെ 6 വർഷം നീണ്ട നിയമ പോരാട്ടം. 2019 കൊച്ചി വനാപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിലാണ് തൈപ്പറമ്പിൽ ജോസഫിൻ്റെ മകൻ 22-കാരനായ നൈസിൽ മരിച്ചത്. അപകടത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉന്നയിച്ച പിതാവ് മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. തെളിവുകളും സാക്ഷിമൊഴികളും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദമായി പരിശോധിച്ചില്ലെന്നും ഇത് ആരെയോ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നുമാണ് ജോസഫിൻ്റെ വാദം. ആറു വർഷം മുമ്പ് വരാപ്പുഴ പാലത്തിൽ നടന്ന അപകടത്തിലാണ് തൈപ്പറമ്പിൽ ജോസഫിന്റെ മകൻ 22-കാരനായ നൈസിൽ മരിച്ചത്. അപകടത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉന്നയിച്ച പിതാവിന്റെ പരാതിയെ മുൻനിർത്തി വരാപ്പുഴ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റിപ്പോർട്ട് കോടതി മടക്കി. രണ്ടാമത്തെ റിപ്പോർട്ട് പറവൂർ സെഷൻസ് കോടതി സ്വീകരിച്ചു. എന്നാൽ തെളിവുകളും സാക്ഷിമൊഴികളും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദമായി പരിശോധിച്ചില്ലെന്നും ഇത് ചിലരെ ബോധപൂർവം രക്ഷിക്കാനായിരുന്നുവെന്നുമാണ് ജോസഫിന്റെ വാദം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തൊക്കെയോ മറിക്കുന്നു, എന്തൊക്കെയോ തീരുമാനിച്ച അയാൾ സാധാരണ മരണമാക്കി മാറ്റി. ഇയാളുടെ പുറകെ പോകാണ്ടിരിക്കുന്ന നേരമില്ല. കാരണം എനിക്ക് എന്റെ മോന്റെ കേസ് തെളിയണം. അയാളുടെ പുറകെ പോകേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരനായിട്ട് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞാൽ CBI ആണ്. സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. കേസ് ഈ മാസം 23-ന് ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. ചികിത്സാ പിഴവിൻ്റെയും അനാസ്ഥയുടെയും കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഡോക്ടർമാരുടെ വീഴ്ചകൾ കാരണം പല രോഗികളുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നും ദുരിത ജീവിതം നയിക്കുന്ന നിരവധി പേരുണ്ട്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു രോഗി മരിച്ചതാണ് പുതിയ പരാതി. പേരാമ്പ്ര സ്വദേശിനി വിലാസിനിയാണ് മരിച്ചത്. ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റെന്ന് കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച് വാർത്താക്കുറിപ്പിറക്കിയ മെഡിക്കൽ കോളേജ് അധികൃതർ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് വിശദീകരിക്കുന്നത്. അമ്പത്തിയേഴുകാരിയായ പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത്. യൂട്രസ് എടുത്തു മാറ്റാനായുള്ള ശസ്ത്രക്രിയയ്ക്കിടെ ചികിത്സാ പിഴവ് പറ്റിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യൂട്രസ് മാറ്റുന്നതിനിടെ കുടലിൽ മുറിവേറ്റു. കുടലിന് പോറൽ ഏറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞുവെന്ന കുടുംബം. ഇന്നലെ മുതൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്, ലിവറിന് ബാധിച്ചിട്ടുണ്ട്, ലങ്സിൽ നീരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ
റിക്കവറി സാധ്യത കുറവാണ്. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക, വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെ അനിയത്തി വർക്ക് ചെയ്യുന്ന മിംസിലാണ്. അപ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്ത് അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയാണ്. പക്ഷേ ഇവർ പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനല്ല, നല്ല വൈകിട്ട് വരെ സ്റ്റേബിളല്ല, ഒരു കണ്ടീഷൻ സ്റ്റേബിളല്ല. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്കാണ് BP ലോ ആയി കാർഡിയാക് അറസ്റ്റ് ആയത്. അപ്പോൾ അവരുടെ അടുത്തുള്ള ചികിത്സാ പിഴവുകൊണ്ടാണ് കുടലിന് ഡാമേജ് വന്നത്. പിന്നീട് ആന്തരിക അവയവങ്ങളിൽ അണുബാധയുണ്ടായി. മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയെങ്കിലും രോഗിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. രോഗിക്ക് യഥാസമയം ആവശ്യമായ ചികിത്സ നൽകിയെന്ന് മെഡിക്കൽ കോളേജ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. രോഗി സ്റ്റിറോയിഡ് ഉൾപ്പെട്ട മരുന്നുകൾ കഴിച്ചിരുന്നു. ചികിത്സാ പിഴവ് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പോലീസ് പട്രോളിന് പോകുന്നത് മലപ്പുറം തിരൂരങ്ങാടിയിലേക്കാണ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റ AR നഗർ സ്വദേശിനി ഉഷയ്ക്കാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത്. പരിക്കേറ്റ കാലിന് കടുത്ത വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ലെന്ന് ഉഷ ആരോപിക്കുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് രാത്രിയാണ് ഉഷയ്ക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റത്. 19ഓടെ ഉഷയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 25 മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകാൻ ഡോക്ടർ തയ്യാറായില്ല. ഇതോടെ രോഗിക്കൊപ്പം വന്നവർ ഡോക്ടറോട് തർക്കിക്കുന്നതും CCTVയിൽ കാണാം. പിന്നെയും ആശുപത്രിയിൽ തുടർന്ന ഉഷ ചികിത്സ ലഭിക്കാതെ വന്നതോടെ 11-16ഓടെ ആശുപത്രി വിട്ടു. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോ മറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ കുറേ 1 മണിക്കൂർ നിന്ന്. അപ്പോൾ ഡോക്ടർ നോക്കാൻ വന്നില്ല, വേദന സഹിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്ററോട് പറയുന്നുണ്ട് ഒന്ന് ഡോക്ടറോട് നോക്കാൻ വരാൻ. അപ്പോൾ ഡോക്ടർ വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി. കാലില് ബ്ലഡ് വന്നിരുന്നു. പിന്നെ നല്ല വേദന സഹിച്ചിട്ടാണ് അവിടെ നിന്നത്. സിസ്റ്ററോട് കുറെ പറഞ്ഞേ, ഇവരിങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ വിളിക്കുന്നു. അപ്പൊ സിസ്റ്റർ ഇപ്പൊ വരും പറഞ്ഞ അങ്ങനെ കുറെ നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയത്. ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതേ ആശുപത്രിക്കെതിരെ ഉയർന്നിട്ടും ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. ഇവിടെ രാത്രി ഡ്യൂട്ടിയിലുള്ള വനിതാ ഡോക്ടർക്ക് പകരം സർക്കാർ സർവീസിൽ തന്നെയുള്ള ഭർത്താവ് ഡ്യൂട്ടി ചെയ്യുന്നതായുള്ള പരാതിയും ഉയർന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. സ്കൂളുകളിലും കോളേജുകളിലും ഹീറോയിസം കാണിക്കാൻ ഗുണ്ടാപിരിവെന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്ന ചില വികൃതി പിള്ളേരുണ്ട്. ഈ സമീപകാലത്തിറങ്ങിയ സിനിമകൾക്ക് പിന്നാലെ ജൂനിയർ വിദ്യാർത്ഥികളെ വിരട്ടി പണം പിരിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവായി കേൾക്കാം. പരിശുദ്ധമായ നോമ്പുകാലത്തും അതിൻ്റെ മറവിൽ പണം പിരിക്കുന്ന വിദ്യാർത്ഥികൾ. മലപ്പുറം മരവട്ടം ഗ്രേസ് വാലി കോളേജിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തിയത്. ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകാൻ തയ്യാറായില്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികൾ അവരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. കേസിൽ 19 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോമ്പും നോമ്പ് തുറയുമെല്ലാം വിശുദ്ധിയോടെ ചെയ്തില്ലെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ എന്തു പ്രയോജനമുണ്ടാകും? ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.